ഹലോ എവരിവൺ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ 93 അതേപോലെ 94/2024 ഇലക്ട്രീഷ്യൻ ഇൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. സോ തുടങ്ങിയാലോ? യെസ്. സോ കാറ്റഗറി നമ്പർ 93ഉം 94ഉം ആണ്. നിലവിൽ ഇത് നിങ്ങളുടെ കേരള PSC പ്രൊഫൈലിൽ വന്നിട്ടുണ്ടാവില്ല. 2-3 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കത് പ്രൊഫൈലിൽ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, യെസ്. സോ നിലവിൽ ഇത് കേരള ഗസറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. നെയിം ഓഫ് ദി പോസ്റ്റ് ഇലക്ട്രീഷ്യൻ ആണ്. സ്കെയിൽ ഓഫ് പേ 19,000 മുതൽ 43,600 വരെ. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് കേട്ടോ. ഈഴവ, ബില്ലവ, തീയ കാറ്റഗറി ഉള്ളവർക്ക് മാത്രമാണ് ഈ 93/2024 അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. ദെൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയവർക്കാണ് 94/2024 എന്നുള്ള കാറ്റഗറി നമ്പറിൽ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയാലോ. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എല്ലാ ഇലക്ട്രീഷ്യനും ITI അല്ലേ. അങ്ങനെയല്ല, അത് ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ച് മാറും, നമ്മൾ ചെയ്യേണ്ട വർക്ക് അനുസരിച്ച് മാറും. ഇത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. അവിടെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമായിട്ട് വരുന്ന ഒരു ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ് കേട്ടോ ഇത്. നമുക്ക് നോക്കാം. അപ്പോൾ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. ഇനി ഇൻ ദി ആബ്സെൻസ് ഓഫ് കാൻഡിഡേറ്റ് വിത്ത് ദി എബവ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അവോയ്ഡഡ് ബൈ ദി ITI ആഫ്റ്റർ ഹാവിംഗ് കംപ്ലീറ്റഡ് 18 മാസത്തെ കോഴ്സ് ഇൻ ദി ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ ആൻഡ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് അപ്രന്റീഷിപ്പ്. അപ്പം ഡിപ്ലോമ ഉദ്യോഗാർത്ഥികൾ ഇല്ലെങ്കിൽ അതിൻ്റെ അഭാവത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ITI 18 മാസത്തെ കോഴ്സ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഫിലിം സ്റ്റുഡിയോ ഓഫ് റെപ്യൂട്ട് കേട്ടോ. 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. പോളിടെക്നിക് ഡിപ്ലോമക്ക് ഈക്വലൻ്റ് ആയിട്ട് അവർ പറയുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പറ്റും. ദെൻ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ദെൻ BTechകാർക്കും അപ്ലൈ ചെയ്യാം. BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാം. BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ദെൻ BE ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുകാർക്കും അപ്ലൈ ചെയ്യാം. ദെൻ ITI ITC ഇലക്ട്രീഷ്യന് ഈക്വലൻ്റ് ആയിട്ട് NTC ഇലക്ട്രീഷ്യനും ഉണ്ട് എന്ന് ഒരു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. സോ അത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ്. നിലവിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ ഇതിൻ്റെ സിലബസ് വന്നിട്ടില്ല, ഒറിജിനൽ സിലബസ് വന്നിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, പഴയ സിലബസ് പ്രകാരം നമുക്ക് പഠിച്ചു തുടങ്ങാം. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാനലിൽ ഒരു ട്രേഡ്സ്മാൻ്റെ വീഡിയോ സീരീസ് ഉണ്ട്. അത് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസാണ്. ഓക്കെ, യെസ്. വേണമെങ്കിൽ ഞാൻ അത് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ ഒന്ന് പിൻ ചെയ്ത് വെക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇലക്ട്രീഷ്യൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിനി മറ്റു വീഡിയോസുമായിട്ട് കാണാം. Till then, bye.